ഒന്ന് നോക്കാമേ നിങ്ങളെന്ത് സാധനാന്നമ്മേ. ഇല്ല നോക്കൂല. അച്ഛേ മീശയും താടിയും മേടിച്ചെന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളെ മോനില്ലാണ്ടാവുമേ. ആ മോനല്ല ഹിന്ദിക്കാരനെ പോലെ നിനക്ക് കാണുമ്പോ തോന്നുന്നു. മീശയും താടിയും മേടിച്ചിട്ടാ നീ ആരോട് വെച്ചിട്ടാ മീശൻ താടി മേടിച്ചിനി? നിങ്ങൾ ആലോചിങ്ങനെ കൊറിയൻ ബോയിനെ പോലെ കൊറിയൻ ബോയ്. കൊറിയൻ പോയില്ല ഇന്നലെ കോയിമുട്ട പോലെ എനക്ക് കണ്ട അതിന്റെ മുഖം. നെഗറ്റീവ് അടിക്കാനാ ഇങ്ങനെ ഒരു വന്നേ ഇടുന്നേ. ശരിക്കും ബംഗാളിന്ന് പഠിക്കുന്ന ഹിന്ദിക്കാരൻ ഞാൻ ഇങ്ങോട്ടിരിക്കട്ടെ. ഇന്ന് രാവിലെ താടിയും പഠിച്ച് താടിയും മീശയും പഠിച്ച് വേറെ ആളെടുത്ത് പോയി കണ്ടില്ല. എന്തൊരു ഭംഗിയാ പപ്പാട്ടാ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ശരിക്കും. പക്ഷെ ഇതെന്താണടാ കോയിമുട്ട പോലെ ഉണ്ട്. ഞാൻ നിങ്ങളെ മോനായിരിക്കൂല, ദത്തെടുത്തായിരിക്കും നിങ്ങൾ. ദത്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ട് നല്ലതിനെ എടുക്കൂല ഞാൻ. എന്റെ മോനെങ്കിൽ വാ ഉണ്ണി നോക്കിയിട്ട് മീശയില്ലോനും മീശയില്ലാത്തവനും. നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കളിയാക്കണ്ടല്ല. എന്റെ ഫാൻസ് ഉണ്ട് അവർക്കുണ്ടല്ലോ. നിങ്ങൾ നോക്കി ഇവൻ എന്ത് കാണുക. ഇവനാ നമ്മ പൊക്കുന്നത്. ഇന്ന് കുറച്ച് ദൂരോട്ട് ക്യാമറ കിട്ടാൻ വേണ്ടിട്ട്. ഉണ്ണിയാക്കടന്ന് വരൂലട്ടാ. അത്ര വില പോർന്നില്ല. മീശ പഠിച്ചു വെച്ചിട്ട് സ്വന്തം മോനും വെള്ളം വരെ തരുന്നില്ലാന്ന്. ബംഗാളിനെ പോലെയുണ്ട്, പുഴുങ്ങിയ മുട്ട പോലെ ഉണ്ട് എന്നല്ല പറയുന്നത്. ഏതെങ്കിലും അമ്മ പറയാ അമ്മയാന്നോലും അമ്മ. നിങ്ങൾ ഇനി ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്ന ഈ പെണ്ണുങ്ങളെ നിങ്ങളിനി ഫാൻസ് ആയിട്ട് നടക്കണ്ടേട്ടാ. അശേ നാടക്കേട്. വേദമൊന്നല്ലട്ടാ. ഇവന് മീശയാന്ന് ഭംഗി. ഞാൻ എപ്പം പറയും ഇവന് ഒരു ദിവസം ഉണ്ടല്ലോ, പിന്നെ ഓഫീസിൽ പോയിട്ട് വരുമ്പോ ഇവൻ കോയിമുട്ട പോലെ വന്നോട് നമുക്ക് എനിക്ക് കാണുമ്പോ തന്നെ എന്തുവായി. പിന്നെ ഇവരോട് മിണ്ടിയിട്ടേ ഇല്ല. സംഭവം പെണ്ണ് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് സംഭവം തന്നെ. അങ്ങനെ പെമ്പിള്ളർ ഇല്ലവർ അങ്ങനെ പറയല്ലേ. ഇവനെ പോലെ വരണ്ട് കിടക്കുന്ന ആരും ഒന്നും പറയില്ല. അല്ല ഉണ്ണിക്ക് എത്ര ഫാൻസ് അറിയാ. കൊറേ ഫാൻസ് ഉണ്ട്, അമ്മമ്മമാരോ അച്ഛച്ചന്മാരോ. നിനക്ക്